ചീഫ് ഗസ്റ്റ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേരുന്ന ശ്രീ എം സുഗീൽകുമാർ NSSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം താലൂക്ക് പ്രസിഡന്റ്, അതേപോലെ സംസ്ഥാന അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ സുഗീൽകുമാർ ഏതാനും മിനിറ്റുകൾ എത്തിച്ചത് ഇന്ന് ചങ്ങനാശ്ശേരി NSS എക്സിക്യൂട്ടീവ് യോഗം അപ്രതീക്ഷിതമായി വിളിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ താമസിച്ചത്. 1000 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ വിളിച്ചത്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വേദിയിലേക്ക് ഇന്ത്യയിൽ നിന്നും ഒരു ഭാരവാഹി വന്നപ്പോൾ നമ്മുടേതായിട്ടുള്ള ചിട്ടയായ പെരുമാറ്റവും അടുത്തും ചിട്ടയും ശ്രദ്ധയും ഇതിലുള്ള കൂട്ടായ്മയും മറ്റൊരാളെ അസ്വീകാരങ്ങളാക്കുന്ന രീതിയിലായി കരയിലും NSSന്റെയും എന്നും അങ്ങനെ തന്നെയായി ഞാനും അനുഭവിക്കുമ്പോൾ ശരിയാവില്ല എന്ന ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് യോഗം ചെയ്യും കുട്ടികളുടെ എൻഡോമെന്റുകളും സ്കോളർഷിപ്പുകളും മറ്റും പറ്റി നമുക്ക് ഒരു 4 മണി 4:30 മണിക്ക് നമുക്ക് പിരിയാനുള്ള സാഹചര്യമാണ്. അതുവരെയും വന്നവരെല്ലാം തന്നെ ഉണ്ടാവണം. നിങ്ങൾക്ക് വെള്ളവുമാണ് അത് നിങ്ങളുടെ സമീപത്തെത്തിക്കും. എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. എപ്പോഴും ഒരു അന്യസ്ഥലത്ത് വരുന്ന ഒരാളുടെ മുന്നിൽ നമ്മുടെ ഇന്ത്യയിൽ അത്രമാത്രം അടുത്തും ചിത്രയുമായി ഉള്ള പ്രവർത്തനം സകലവും മറ്റൊരാളുടെ അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ ആവണം. എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും അതിന് കഴിയും. എനിക്കതിൽ വിശ്വാസമുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഇവിടുത്തെ നമ്മുടെ സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന എസ് വിജയകുമാരൻ, ശ്രീ ഗോപകുമാർ, ശ്രീ MR സുരേഷ്, ശ്രീമതി കെ സുമാനിയമ്മ, ശ്രീമതി കെ സഹജമ്മ, നമ്മുടെ യൂണിയന്റെ വഹിക്കുന്ന സെക്രട്ടറി ശ്രീ ജയപ്രകാശ്, പുതിയ ഇൻസ്പെക്ടർ, എല്ലാവരും ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ അധ്യക്ഷ പ്രസംഗമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്കറിയാം, കരേകലം NSSന്റെ സംഘടനാ പ്രവർത്തനം അത്രമാത്രം ചിട്ടയായിട്ടാണ് നടന്നു പോകുന്നത്. എനിക്ക് പക്ഷേ നിങ്ങളെല്ലാം കണ്ടിട്ട് എല്ലാവരും മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു ശബ്ദത്തിന്റെ ഏതോ ശബ്ദത്തിന്റെ ഞാനങ്ങനെ പരിചയം ശബ്ദം കേട്ടോ മനസ്സിലായിരുന്നു. അതിന്റെ മാന്യത ഈ നേതാക്കളെല്ലാം, അതേപോലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നമുക്ക് ശരിക്കും ശ്രദ്ധേയമായ കുട്ടികളുടെ കലയിലുള്ള നമ്മളെ പഠിപ്പിക്കുക കൺമൻകോട്ട് സ്നേഹബുദ്ധികളായ വീട്ടിൽ വന്നില്ല. ഞാൻ വർക്കിൽ ചിട്ടയായി
എല്ലാ വർഷവും മേഖലായോഗങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്നതാണ്. 5 മേഖലയായി തിരിച്ചാണ് മേഖലായോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഈ വർഷത്തെ സാഹചര്യവും കാലാവസ്ഥയും കൊണ്ടാണ് നമ്മൾ അത് 2 മേഖലയായി തിരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ആഴ്ചയാകുമ്പോൾ കിളിനല്ലൂർ കിളമാട് മേഖലകളുടെ യോഗം സമ്മേളനം അവിടെ വെച്ചിട്ടുണ്ടാവും, കിളമാട് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നിർദ്ദേശം തന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായി മാസപതിയോഗവും കണക്ക് ഉണ്ടാവണം. അത് കൃത്യമായി 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്ന് കണക്കുകൾ ആഡിറ്റ് ചെയ്യണം. സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു വിടണം. ആത്മീയ ക്ലാസുകൾ എല്ലായിടത്തും ശരിയായി വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് കൂടി പഴയതുപോലെ സംഘടിപ്പിച്ചെടുത്ത് ഈശ്വരത്തിന്റെയും ഈശ്വരവിശ്വാസങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസം പരസ്പര ധാരണയിലൂടെയും സഹകരിച്ചും കൂട്ടുകാരോടും മറ്റുള്ളവരോടും എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇവരെ പഠിപ്പിച്ചെടുക്കാനും പഠിക്കുന്നതിന് പ്രായോഗികമായിട്ടുള്ള ഒരു വാശി, ആരോഗ്യപരമായ വാശി അവർക്ക് ഉണ്ടാക്കിയെടുക്കാനും ആ ക്ലാസ് ഉപയോഗപ്പെടുത്തണം. അതിന് ഞാൻ എന്നും പറയും, കുറ്റപ്പെടുത്തുന്നത് അമ്മമാരെയാണ്. എൻ്റെ സഹോദരിമാർക്ക് എന്നോടൊരു വിരോധവുമുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും രക്ഷാകർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ പറയുകയാണ്, അത് എല്ലാ കാര്യങ്ങളിലും ചിട്ടപ്പെടുത്തിയെടുക്കണം. നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, ഈശ്വരവിശ്വാസം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, കുട്ടികൾ തമ്മിൽ എങ്ങനെ പെരുമാറണം, പഠിത്തത്തിന്റെ കാര്യത്തിൽ ഏത് രീതിയിൽ വാശി അവർക്ക് ഉണ്ടാകണം, ആ കാര്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പോരെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 2 മക്കളെ മുമ്പ് ചുരുങ്ങി പലയിടത്തും 1 ചുരുങ്ങിയിട്ടുണ്ട്, ഇല്ലയോ? എനിക്ക് തെറ്റുപറ്റെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ പറയുന്ന സത്യമൊന്നോ അത് വരവും ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മ അവർക്ക് ഇന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ആഴ്ചയിൽ 1 ദിവസം 1-1.5 മണിക്കൂർ കരയോഗ മന്ദിരത്തിൽ കരയോഗ ഭാരവാഹികൾ സംഘടിപ്പിക്കും ആത്മീയ ക്ലാസ്. ഇതിനെല്ലാത്തിനും കൂടി ഉപയോഗിക്കാൻ അവരത് കഴിയുകയാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകണം. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ അതിഥി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ സമീർ കുമാർ അവർ ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകണം. നിങ്ങൾക്കറിയാം, എന്നത് എല്ലാ കരയോഗങ്ങളിലും നിർബന്ധമായി യൂണിയന്റെ തലത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ആ രീതിയിൽ ഉള്ള സംഘടനാ പ്രവർത്തനമാണ്. 1 മാസത്തിൽ കൃത്യമായ ഉദ്യോഗം കൂടിയിരിക്കണം. അത് യൂണിയൻ റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ 1 വർഷത്തിൽ അവസാന മാസങ്ങളിൽ കൃത്യമായി എല്ലാ കരയോഗങ്ങളിലും പൊതുയോഗം നിർബന്ധമായി കൂടിയിരിക്കണം. അത് നമ്മുടെ ചിട്ടയാണ്. അവിടെ യൂണിയനെ അറിയിക്കണം. ഞങ്ങൾ യൂണിയൻ ഭാരവാഹികൾ ആരെങ്കിലും എത്തുകയും ചെയ്യും. അതോടൊപ്പം സ്വയം സഹായ സംഘത്തിനെയും അത്രയും ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ യൂണിയനാണെങ്കിലും നമ്മുടെ സംഘങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. നമ്മുടെ സംഘങ്ങൾക്കുള്ള 300-ലുള്ള സംഘങ്ങൾ ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും ഒരു ബാധ്യതയും വരുത്താതെ ഏറ്റവും നല്ല രീതിയിലാണ് എന്റെ സഹോദരിമാർക്കുള്ളത്. അത് കൂടുതൽ ഉപയോഗങ്ങൾ വളർത്തിയെടുക്കാൻ ആവശ്യമായ നടപടികൾ നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ആ രീതിയിൽ എല്ലാ വർഷവും നമ്മൾ ഓരോ മേഖല വെച്ച് വാർഷികത്തിൽ നടത്തിയെങ്കിൽ ഈ തവണത്തെ കാലാവസ്ഥയും സാഹചര്യങ്ങളും വെച്ചുകൊണ്ടാണ് 2 മേഖലയാക്കി മാറ്റി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായി സഹകരിക്കും. ഈ വെയിലിനെയും അതിജീവിച്ചു വന്നിട്ടുള്ള നിങ്ങളിൽ എനിക്ക് ആത്മവിശ്വാസം. അതേപോലെ നമ്മുടെ സ്വയംസഹായ സംഘങ്ങളുടെ വായ്പകളും എല്ലാം കൃത്യമായി അടച്ചു തീർത്ത് നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകളും മുന്നോക്ക കോർപ്പറേഷനിൽ നിന്നും കമ്മീഷനിൽ നിന്നും കിട്ടാവുന്നതും എല്ലാം നമുക്ക് മേടിച്ചെടുക്കണം. പലതവണ നമ്മൾ അങ്ങനെ നല്ല തുകകൾ മേടിച്ചെടുത്ത് സംഘങ്ങളിലേക്ക് വിതരണം ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ചിട്ടയായ പ്രവർത്തനം ഉണ്ടാവണം. ഈ യൂണിയൻ്റെതായ അച്ചടക്കവും ചിട്ടയും കാണണം. യോഗം നമ്മൾ അവസാനം ദേശീയഗാനം പാടി പിരിയുമ്പോഴാണ് ഒരുമിച്ച് പോകുന്നത്. നമ്മൾ ഒരുമിച്ച് വന്നെങ്കിൽ ഒരുമിച്ചായിരിക്കും ഇറങ്ങേണ്ടുന്നത്. അത് ചടയങ്കരം എന്ന സസ്യത്തിൻ്റെ സ്ഥിരമായ ഒരു തീരുമാനമാണ്, അല്ലയോ? അത് ആദ്യമായിട്ട് ഞാൻ പറയുന്നതാണ്. അത് പാലിക്കാൻ എൻ്റെ സഹോദരങ്ങളും കുട്ടികളും തയ്യാറാകണം. സീറ്റുകളുള്ളത് അറേഞ്ച് ചെയ്ത് നിങ്ങൾ ഇരിക്കാൻ നോക്കുകയും വേണം. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ സംഗീത് കുമാർ അവർ NSSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം യൂണിയന്റെ പ്രസിഡന്റും അയ്യപ്പസേവാസത്തിന്റെ പ്രസിഡന്റുമായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും കൂടിയായ ശ്രീ സംഗീത് കുമാർ അവർക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ വിളിച്ചപ്പോഴത്തേക്കും കൃത്യമെത്താമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് NSSന്റേതായ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഇന്നുണ്ടായിരുന്നു. അതിനും പോയിട്ട് അദ്ദേഹം അത്രയും നിങ്ങൾ അദ്ദേഹം സംബോധന ചെയ്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെയും അനിവാര്യതയും ആവശ്യതയും NSSന്റെ ഒരു നിലപാടുകളെക്കുറിച്ചും അതിനെക്കുറിച്ചെല്ലാം വിശദമായി അദ്ദേഹം സംസാരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. NSS സാറിനെ കൂടി സ്നേഹോപകരണം കൂടി സാറിന് സമ്മാനിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ശ്രീ സംഗീത് കുമാർ അവരുടെ സഹർഷം സംബന്ധിച്ചു ക്ഷണിക്കുന്നു. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ
ചടയമംഗലം താലൂക്ക് NSS യൂണിയന്റെ പ്രസിഡന്റ്, നായക സർവീസ് സൊസൈറ്റിയുടെ നായക സഭാംഗം, എൻ്റെ പ്രിയ സുഹൃത്തുമായ അഡ്വക്കേറ്റ് ചിന്തര എസ് രാധാകൃഷ്ണനായ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ചടയമംഗലം താലൂക്ക് NSS യൂണിയന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ KG വിജയകുമാർ അവർ, യോഗത്തിന് ആശംസകൾ അറിയിക്കുന്ന താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗവും കടയ്ക്കൽ മേഖലാ കോർഡിനേറ്ററുമായ ബഹുമാന്യനായ ശ്രീ വിജയകുമാരൻ അവർ, താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗവും ചടയമംഗലം മേഖലാ കോർഡിനേറ്ററുമായ ബഹുമാന്യനായ ശ്രീ ഗോപകുമാർ അവർ, താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗവും ഇടവ മേഖലാ കോർഡിനേറ്ററുമായ ബഹുമാന്യനായ ശ്രീ MR സുരേഷ് അവർ, ചടയമംഗലം താലൂക്കിൻ്റെ ബഹുമാനിയായ വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീ K സുമാരിയമ്മ അവർ, താലൂക്ക് വനിതാ യൂണിയന്റെ ബഹുമാനിയായ സെക്രട്ടറി ശ്രീമതി K സഹജമ്മ അവർ, ചടയമംഗലം താലൂക്ക് NSS യൂണിയന്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ ജയപ്രകാശ്, മറ്റ് ബഹുമാനരായ കരയോഗം യുവ താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ, വിവിധ കരയോഗവും എത്തിയിട്ടുള്ള കരയോഗം ഭാരവാഹികൾ, വനിതാ സമാജ ഭാരവാഹികൾ, കരയോഗങ്ങളിലെ വനിതാ സമാജങ്ങൾ, സ്വയം സഹായ സംഘങ്ങളിലെ സഹോദരിമാരെ, സുഹൃത്തുക്കൾ, ചടയമംഗലം താലൂക്ക് NSS യൂണിയന്റെ 3 മേഖലകളുടെ പ്രവർത്തക സമ്മേളനത്തിൽ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുകയും അതിയായ സന്തോഷം. ഞാൻ കുറച്ച് വൈകിയാണ് യോഗത്തിലെത്തിയത്. നിങ്ങളോടെല്ലാം ക്ഷമ അപേക്ഷിക്കുകയാണ്. വളരെ വലിയ ട്രാഫിക് ആയിരുന്നു റോഡിൽ. എൻ്റെ ഓഫീസിൽ കഴിഞ്ഞിട്ട് യോഗത്തിൽ പങ്കെടുക്കാനുണ്ടായി. അതുകൊണ്ടാണ് കുറച്ച് വൈകി പോയത്. ഏതായാലും ഈ മഹാസമ്മേളനത്തിന് ഈ താലൂക്ക് യൂണിയൻ വന്നു ചേരാൻ, നിങ്ങളെ എല്ലാവരും കാണാൻ, കുറച്ച് സമയം ചെലവഴിക്കാൻ ഉള്ള അവസരം ലഭിക്കുക. താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോടും ഭാരവാഹികളോടും ആദ്യമായിട്ട് എനിക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ഇവിടെ നൽകിയ ഊഷ്മളമായ വരവേൽപ്പിനും സ്വീകരണത്തിനുമെല്ലാം നിങ്ങളേവരോടും എനിക്കുള്ള നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുന്നു. നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാനത്തൊട്ടാകെയുള്ള താലൂക്ക് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ താലൂക്കിലും പ്രവർത്തക സമ്മേളനവും അതുപോലെ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മേഖലാ സമ്മേളനങ്ങളെല്ലാം സംഘടിപ്പിച്ചു വരിക. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തുന്നതെന്നുള്ളത്. അതിലേക്ക് കടക്കും മുമ്പേ ഇന്ന് ഈ മേഖലാ സമ്മേളനത്തിൽ വിവിധ ഈ 3 മേഖലകളിൽപ്പെട്ട കരയോഗാംഗങ്ങൾക്ക് വിവിധ അവാർഡുകളും പുരസ്കാരങ്ങളും എല്ലാം നൽകുന്നുണ്ട്. വിവിധ അവാർഡുകളും പുരസ്കാരങ്ങളും എല്ലാം ഒട്ടനവധി പുരസ്കാരങ്ങൾ ഇവിടെ ലക്ഷ്യമുണ്ട്. ഈ അവാർഡുകളും പുരസ്കാരങ്ങളും എല്ലാം കരസ്ഥമാക്കിയ കുട്ടികളെയും മറ്റ് വിശിഷ്ട വ്യക്തികളെല്ലാം ഞാൻ ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുക. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് കുറച്ചുകൂടെ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആവശ്യം, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഏതൊരു കാര്യം നോക്കിയാലും ഏറ്റവും വലിയ കാര്യം മുതൽ ഏറ്റവും ചെറിയ സ്ഥാനം വരെ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനവും ആനുകൂല്യങ്ങളും എല്ലാം സൗകര്യങ്ങളും എല്ലാം വിതരണം ചെയ്യുന്നത് ഈ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്. നമ്മളും ഒരു പ്രത്യേക മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സംഘടിച്ച് ശക്തരായാൽ മാത്രമേ നമ്മുടെ ആൾക്കാർക്കും ഈ രാജ്യത്ത് മാന്യമായിട്ട് ജീവിക്കാൻ കഴിയൂ. ഇന്ന് നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ 3 വിഭാഗം ആൾക്കാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിടുമ്പോഴും 3 വിഭാഗം ആൾക്കാർക്കാണ് രാജ്യത്തെ ഭൂരിഭാഗം ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നത്.
അത് ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാർ, പട്ടികജാതി പട്ടികവിഭാഗക്കാർ, ന്യൂനപക്ഷം, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരേത് യോഗത്തിൽ സംസാരിച്ചു തുടങ്ങിയാലും ഈ 3 വിഭാഗം ആൾക്കാരുടെ അവരുടെ കഷ്ടതയെക്കുറിച്ചും അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും മാത്രമേ സംസാരിക്കാവൂ. ഈ രാജ്യത്തുള്ള മുന്നോക്ക വിഭാഗക്കാര് നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ നായരും ബ്രാഹ്മണരും നമ്പൂതിരിമാരും ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. ഏകദേശം 145ഓളം മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കണോ? ഇവരുടെ ഇടയിലുള്ള വളരെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സൗജന്യം കൊടുക്കണമെന്ന് ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ സംസാരിക്കുന്ന നമ്മൾ കേട്ടത് വളരെ ചുരുക്കമാണ്. ആകെ ഈ ഒരു വിഭാഗത്തിന് വേണ്ടി കാലാകാലങ്ങൾ അവർക്ക് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതും അവർക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തുന്നതും നമ്മുടെ കേരളത്തില് മഹാനായ ശ്രീ മന്നത്തുവൽപ്പനാവൻ, സമുദായാചാര്യ ഭാരതകേസരി ശ്രീ മന്നത്തുവൽപ്പനാവൻ 110 വർഷം മുമ്പ് ആരംഭിച്ച ഈ മഹാപ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വമാണ്. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി ഇന്ന് അവർക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ശബ്ദമുയർത്താനായിട്ട് നായർ സർവീസ് സൊസൈറ്റി അല്ലാതെ വേറെ ഏത് സംഘടനയാണ് ഈ ഭാരതത്തിൽ തന്നെ ഉള്ളതെന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. അത്രത്തോളം മഹത്തായ ഒരു സംഘടനയാണ്. മഹാനായ ശ്രീ മന്നത്തുവൽപ്പനാവൻ നായർ സർവീസ് സൊസൈറ്റിക്ക് 110 വർഷം മുമ്പ് രൂപം നൽകുമ്പോൾ അന്ന് അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹത്തിന്റെ നായർ സമുദായത്തിന്റെ ഭാവി വളരെ ശക്തമായിരിക്കണം എന്നുള്ള വലിയൊരു ദീർഘവീക്ഷണത്തോടുകൂടി ആരംഭിച്ച ഒരു ചെറിയ പ്രസ്ഥാനമാണ്. പക്ഷെ അദ്ദേഹം 100 വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന് ആ പ്രസ്ഥാനം നിലനിൽക്കണം, ശക്തമായി നിലനിൽക്കണം ഈ സംസ്ഥാനത്ത്. ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആ പ്രസ്ഥാനം നിലനിൽക്കാനായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും രൂപീകരിച്ചുകൊണ്ട് നമ്മളെ അദ്ദേഹം ഏൽപ്പിച്ചിട്ട് പോയത്. ഇന്നും നായർ സർവീസ് സൊസൈറ്റിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സംഘടന എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്. സംഘടനാപരമായിട്ട് നോക്കിയാലും കേരളത്തില് 6000-ഓളം, കരയോളം 4000-ഓളം വനിതാ സമാജങ്ങളും ബാലസമാജങ്ങളും വനിതാ ശാക്തീകരണത്തിന് വേണ്ടി 18 വർഷം മുമ്പ് രൂപീകരിച്ച വനിതാ സ്വയം സഹായ സംഘങ്ങൾ 20,000-ഓളം, 60ഓളം താലൂക്ക് യൂണിയനുകൾ, അങ്ങനെ സംഘടനാ സംവിധാനം തന്നെ വലിയ വിപുലമായ ഒരു സംവിധാനമാണ്. ഇന്ന് കേരളത്തിലുള്ള സംഘടനാ സംവിധാനം പോലെ തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലും ലോകത്ത് മിക്കവാറുമുള്ള എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും നമ്മുടെ ആൾക്കാരെ തിങ്ങി പാർക്കുന്നുണ്ട്. അവിടെയെല്ലാം നായർ സർവീസ് സൊസൈറ്റിയുടെ നാമധേയത്തിലുള്ള സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അപ്പൊ ഇന്ന് കേരളത്തിലുള്ള പോലെ തന്നെ ഒരു ജനസംഖ്യ കേരളത്തിന് വെളിയിലും അന്യ രാജ്യങ്ങളിലുമായിട്ട് നമ്മുടെ സഹോദരങ്ങൾ തിങ്ങി പാർക്കുന്നു. അത്രത്തോളം ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. എന്നാൽ പോലും ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും അധികം അവഗണന നേരിടുന്നത് നായർ സമുദായവും നമ്മളോടൊപ്പമുള്ള മുന്നോക്ക വിഭാഗക്കാരും. അതിന്റെ പ്രധാന കാരണം തന്നെ നമുക്ക് ഇത്രയും എല്ലാം സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഇത്രയും നായർ സർവീസ് സൊസൈറ്റി ഈ സമുദായങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്നും ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗക്കാർ ഒരു സംഘടിത ശക്തിയാണെന്നോ ഒരു വോട്ട് ബാങ്കാണെന്നോ നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആനുകൂല്യങ്ങൾ തരാനും നമുക്ക് സൗജന്യങ്ങൾ സഹായങ്ങൾ നൽകാനും എല്ലാം മാറി മാറി വരുന്ന സർക്കാരുകൾ മണി കാണിക്കും. നമുക്കറിയാം, ഇന്ന് ഈ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. അതുപോലെ സംഘടിത ശക്തികൾക്ക്, വോട്ട് ബാങ്കുകൾക്കാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത്. ഏതൊരു സംവിധാനമാണ് ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് നിന്ന് ഒരു പ്രസ്ഥാനത്തിന് അവരുടെ വോട്ട് നൽകാൻ കഴിയുമോ, അവരുടെ അവകാശങ്ങൾക്കാണ് ഈ രാജ്യത്ത് മുൻതൂക്കം നൽകുന്നത്. അപ്പൊ അതിന് മറ്റു കാര്യങ്ങളൊന്നും നോക്കാറില്ല. അപ്പൊ അവിടെ നമ്മൾ ഇപ്പോഴും കുറച്ച് പുറകോട്ടാണ്. അപ്പൊ ആ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് നായർ സർവീസ് സൊസൈറ്റി നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഊർജിതമായി, കുറച്ചുകൂടെ ഉത്സാഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും.
അടിസ്ഥാനപരമായിട്ട് നമുക്ക് എല്ലാവിധ സംവിധാനവുമുണ്ട്. ഇന്ന് മറ്റ് ഏത് സംഘടനയ്ക്ക് ഈ കേരള കരയിൽ ഇത്രയും അധികം സംവിധാനമുണ്ട്, സംഘടനാ സംവിധാനം നമ്മളെപ്പോലെ. ഏത് സംഘടന ഒരു സമുദായത്തിന് വേണ്ടി ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്യും? പലരും നമ്മളെ കുറ്റം പറയുമായിരുന്നു. നായർ സർവീസ് സൊസൈറ്റി കേന്ദ്ര ഓഫീസ്, താലൂക്ക് തലത്തിലുള്ള താലൂക്ക് യൂണിയനുകൾ, വനിതാ യൂണിയനുകൾ, താഴെത്തട്ടിൽ വന്ന കരയോഗങ്ങൾ, വനിതാ സമാജങ്ങൾ, അതുപോലെ സ്വയം സഹായ സംഘങ്ങൾ, ഇവരെല്ലാം സംയുക്തമായി ഇവരുടെ എല്ലാ പ്രവർത്തനം വിലയിരുത്തിയാലും ഇവരെല്ലാം ഓരോ വർഷം ഇവരെ സമുദായ അംഗങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ വിലയിരുത്തിയാൽ ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകുന്ന മറ്റൊരു സംഘടനയും കാണില്ല, നായർ സർവീസ് സൊസൈറ്റി മാത്രമാണ്. നമ്മള് പറയും ഇതെല്ലാം നൽകുന്നുണ്ടെങ്കിൽ പോലും നമ്മളാരും അവകാശപ്പെടുന്നില്ല, അതുകൊണ്ടെല്ലാം നമ്മുടെ ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ കഴിയും. പക്ഷെ ഏറ്റവും അധികം സഹായം നായർ സർവീസ് സൊസൈറ്റി കേന്ദ്ര ഓഫീസിൽ നിന്നും വിദ്യാഭ്യാസത്തിന് എല്ലാ കരയോഗത്തിലെയും ഒരെണ്ണത്തിന് നൽകുന്നുണ്ട്. വിവാഹത്തിന് സഹായം കരയോഗ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് യൂണിയൻ വഴി നൽകുന്നുണ്ട് എല്ലാ താലൂക്കിലും. അതുപോലെ മറ്റ് ഭവന നിർമ്മാണത്തിനുള്ള സഹായം കരയോഗത്തിന്റെ എണ്ണങ്ങളനുസരിച്ച് നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ട് കേന്ദ്ര ഓഫീസിൽ തന്നെ നമുക്ക് സഹായം ലഭിക്കുന്നു. ഓരോ താലൂക്ക് യൂണിയനും അതിൻ്റെതായ രീതിയിൽ വിവിധ സാമൂഹ്യ ക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ആൾക്കാർക്ക് സഹായം ലഭിക്കുന്നു. ഇതിപ്പോ തന്നെ എന്റെ മുമ്പ് ഇത്രയും അധികം അവാർഡുകളും പുരസ്കാരങ്ങളും എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ആൾക്കാർക്ക് നൽകാനില്ല. നമ്മുടെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനും അവർ വിവിധ നേട്ടങ്ങൾ കൈവരിച്ചവരെ കൂടുതൽ ഉന്നത ശ്രേണിയിലേക്ക് എത്തിക്കാനും എല്ലാം വേണ്ടിയുള്ള പ്രോത്സാഹന സമ്മാനങ്ങളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ വനിതാ യൂണിയനുകൾ നൽകുന്നു. സംയുക്തമായി വിലയിരുത്തിയാൽ ഏറ്റവും അധികം സഹായം നൽകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. എന്നാൽ പോലും ഇതൊന്നും കൊണ്ട് നമ്മുടെ ആൾക്കാരെ ഇന്നും നമ്മൾ സംഘടിപ്പിച്ച് ഒരേ മനസ്സിൽ നിർത്താൻ നമുക്ക് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിലൊരു മാറ്റം വരുത്താനാണ് നമ്മുടെ പ്രവർത്തനം കൂടുതൽ ഉത്സാഹത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ സമുദായങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവരെ എല്ലാവരും സംഘടിച്ച് ഈ മഹാസംഘടനയുടെ കൊടക്കീഴിൽ ഒരുമിച്ച് വരേണ്ട ആവശ്യകതയെ കുറിച്ച് ബോധവൽക്കരിക്കാനും എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള മേഖലാ സമ്മേളനങ്ങളും താലൂക്ക് സമ്മേളനങ്ങളും എല്ലാം വിളിച്ചു കൂട്ടാനായിട്ടുള്ള ആഹ്വാനം നടത്തിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് ഇനിയിപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് വളരെ നിർണായകമാണ്. നമുക്ക് നായർ സർവീസ് സൊസൈറ്റിക്ക് വ്യക്തമായ രാഷ്ട്രീയ വർഷങ്ങളായിട്ടില്ലെങ്കിൽ പോലും നമ്മുടേതായ നിലപാടുകൾ നായർ സർവീസ് സൊസൈറ്റി സമുദായത്തിനെ സഹായിക്കുന്നവരെ നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും നമ്മുടേതായ നിലപാടുകൾ എടുക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ മേഖലാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരേ മനസ്സോടും നമുക്ക് നായർ സർവീസ് സൊസൈറ്റിക്ക് രാഷ്ട്രീയം ഇല്ലാത്ത പോലെ തന്നെ നമ്മുടെ സമുദായ അംഗങ്ങൾക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയും വേണം പ്രവർത്തിക്കും. അതിൽ യാതൊരു തടസ്സവും. പക്ഷെ ഏത് രാഷ്ട്രീയ പാർട്ടിയും നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ സംഘടനയെ, നിങ്ങളുടെ സമുദായത്തിന്, നിങ്ങളുടെ വിശ്വാസത്തിന് ഇതെല്ലാം വെല്ലുവിളികൾ വരുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും കഴിയണം. നിങ്ങൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ആ മാതൃ സംഘടനയുടെ കൊടക്കീഴിൽ അണിനിരക്കാനും നിങ്ങൾക്ക് കഴിയും. അവിടെയാണ് നമ്മളൊരു സംഘടിത ശക്തിയായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ഈ സംസ്ഥാനത്ത് ബാക്കിയുള്ള വിഭാഗക്കാരെല്ലാം അതല്ലേ ചെയ്തു വരുന്നത്. അവരെല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നു. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഹൈന്ദവ പാർട്ടിയിൽ വരെ ന്യൂനപക്ഷങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ എല്ലാം മതത്തിനും വിശ്വാസത്തിനും സംഘടനയ്ക്കും ഒരു വെല്ലുവിളി വരുമ്പോൾ അവരതെല്ലാം മറന്നുകൊണ്ട് അവരുടെ സംഘടനകളുടെ കൊടക്കീഴിൽ അണിനിരക്കാറുണ്ട്. അതല്ലേ അവരുടെ സംഘടിത ശക്തി. ഞാൻ തലസ്ഥാന നഗരത്തിൽ നിന്ന് വരുന്നുകൊണ്ട് ഞാൻ എല്ലാ അടിക്കടി ഞാൻ ഇത് കാണുന്നുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും സംഘടിത ശക്തി അവരവിടെ വന്ന് തെളിയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലപ്പോൾ അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയം അവർ മാറ്റി വെച്ചുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരവിടെ വരുന്നത്. അപ്പം നമുക്കും അത് കഴിയും. നമുക്കും നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ സംഘടനയ്ക്ക്, നമ്മുടെ സമുദായത്തിന് എല്ലാം വെല്ലുവിളികൾ വരുമ്പോൾ നമുക്കുള്ള രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ സംഘടനയുടെ കൊടക്കീഴിൽ അണിനിരന്നുകൊണ്ട്
നമ്മളൊരു സംഘടിത ശക്തിയായിട്ട് നമുക്ക് മുന്നേറാൻ കഴിയും. എങ്കിൽ മാത്രമേ നമ്മളെ ഒരു വോട്ട് ബാങ്കായിട്ടും ഒരു സംഘടിത ശക്തിയായിട്ടും ഈ രാജ്യത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും അംഗീകരിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണം നമ്മൾ മുൻതൂക്കം കൊടുക്കാൻ. നമ്മൾ നായർ സമുദായം പഴയ കാലം തൊട്ട് തന്നെ വളരെ വിശാല മനസ്കരാണ്, വളരെ മതേതര സ്വഭാവമുള്ള ആൾക്കാരാണ്. അതെല്ലാം ശരിയാണ്. നമുക്കങ്ങനെ സമുചിതമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ വിദ്യാസമ്പന്നരാണ്, അതെല്ലാം വാസ്തവമാണ്. മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം കൊടുക്കുമ്പോൾ അദ്ദേഹം സ്വന്തം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങൾ നേരിട്ടിരുന്ന പല ദുരിതങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തിയായിരുന്നു മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ. അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് നായർ സമുദായം നമുക്കെല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. നമുക്ക് ക്ഷേത്ര ദർശനം നടത്താമായിരുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, സർക്കാർ ജോലി ഉണ്ടായിരുന്നു. രാജ്യം ഭരിച്ചിരുന്ന സവർണ വിഭാഗക്കാരായ നമ്പൂതിരി ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും നമ്മൾ തൊട്ട് താഴെ നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളോടൊപ്പമുള്ള സഹോദരങ്ങൾ ഈ രാജ്യത്തെ പിന്നോക്ക പട്ടികജാതി പട്ടികവിഭാഗക്കാർക്ക് ഇതെല്ലാം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയായിരുന്നു. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലായിരുന്നു, അവർക്ക് ക്ഷേത്ര പ്രവേശനമില്ലായിരുന്നു, ക്ഷേത്ര ദർശനം നടത്താൻ കഴിയില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭനാണ് ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി രാഷ്ട്രപിതാവിന്റെ ആഹ്വാനം അനുസരിച്ച് ഇവിടെ പോരാട്ടം നയിച്ചു, അല്ലേ? അദ്ദേഹമല്ലേ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച് അതൊരു ദുർബലപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് മഹാത്മാജി അദ്ദേഹത്തോട് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹമാണ് വൈക്കം സത്യാഗ്രഹം വേണ്ട ഉത്സാഹവും ഊർജവും നൽകി അതിനെ മഹാപ്രസ്ഥാനമായിട്ട് മാറ്റി വൈക്കത്ത് നിന്നും തിരുവനന്തപുരം വരെ കാൽനടയായി അവർണർക്ക് വേണ്ടി സവർണ ജാഥ നയിക്കി തിരുവനന്തപുരത്ത് വന്ന നിർജ്ജൻ മഹാറാണിക്ക് നിവേദനം സമർപ്പിക്കുകയും അതിനുശേഷമാണ് തിരുവിതാംകൂർ കൊച്ചി മേഖലയിലെ ക്ഷേത്രപ്രവേശനം ഈ വിഭാഗം ആൾക്കാർക്ക് യാഥാർത്ഥ്യമായി. അതുപോലെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. മലബാർ പ്രദേശത്ത് മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ കേളപ്പജിയും എല്ലാം സംയുക്തമായി ആ സമരം നടത്തിയാണ് മലബാർ പ്രദേശത്ത് ഈ പറയുന്ന ആൾക്കാർക്ക് ക്ഷേത്രപ്രവേശനം വേണ്ടി യാഥാർത്ഥ്യം. അപ്പൊ നമ്മളെന്നും അങ്ങനെയായിരുന്നു. നമ്മൾ തികഞ്ഞ മതേതരവാദിയും പുരോഗമനവാദിയും എല്ലാമാണ് നായർ സമുദായം. മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭനും അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇന്ന് കാലം മാറി. പഴയ കാലത്ത് നമ്മുടെ പൂർവികന്മാര് ഈ ശക്തമായ സമരങ്ങളും മറ്റും നടത്തി ഇതെല്ലാം നേടിക്കൊടുത്തപ്പോൾ ഇന്ന് നമ്മളെ സവർണ വിഭാഗമായി മുദ്രകുത്തി നമ്മളെ എല്ലാ മേഖലകളിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിവിടെ സംസ്ഥാനത്തുള്ളത്. നിങ്ങൾ ആലോചിച്ചു, ഒരു കാലത്ത് തിരുവനന്തപുരത്ത് വന്നാൽ സെക്രട്ടേറിയറ്റ് നമുക്ക് മുഴുവൻ നമ്മുടെ ആൾക്കാരല്ലായിരുന്നു. സെക്രട്ടറി ചീഫ് സെക്രട്ടറി തൊട്ട് താഴോട്ട് എല്ലാം നമ്മുടെ സമുദായത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പോയാൽ പ്രഗത്ഭരായ ഡോക്ടർമാരെല്ലാം നമ്മുടെ ആൾക്കാരായിരുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിൽ പോയാൽ ചീഫ് എഞ്ചിനീയർമാരെല്ലാം നമ്മുടെ ആൾക്കാരായിരുന്നു. ഇന്നിപ്പോൾ ആരുണ്ട് അവിടെ? ആരോഗ്യ മേഖലയിൽ പ്രഗത്ഭരായ ഡോക്ടർമാരെയും നമ്മുടെ ആൾക്കാരൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല. നമ്മുടെ കുട്ടികൾ ഇന്നും മിടുക്കരാണ്. അവർക്ക് അവരുടേതായ കഴിവും മിടുക്കും സാമർഥ്യവും കൊണ്ട് ഇന്ന് അവർ പ്രഗത്ഭരായ ഡോക്ടർമാരായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും സ്വകാര്യ മേഖലയിലും അന്യ രാജ്യങ്ങളിലും പോയി തൊഴിലെടുത്തിരിക്കുകയാണ്. അതൊരു വാസ്തവമാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ മേഖലയില് ആരും തന്നെ സെക്രട്ടേറിയറ്റിൽ പോയ ആരുണ്ട്? ചീഫ് സെക്രട്ടറി തൊട്ടി. അടുത്ത കാലത്ത് ഒരു നായർ സമുദായത്തിൽ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. സെക്രട്ടറിമാരും ആരും തന്നെ ഇല്ല. അഡീഷണൽ സെക്രട്ടറിമാരും പോലും ഇല്ല നമ്മുടെ ആൾക്കാർ. അതാണ് സ്ഥിതി വിഷയം. അപ്പൊ അതാണ് നമ്മുടെ എല്ലാ മേഖലകളിൽ നിന്നും തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അപ്പൊ അതെല്ലാം നമ്മൾ നേരിട്ടു. നമ്മൾ തീർച്ചയായും നമ്മുടെ ഇളം തലമുറ അവർ വളരെ മിടുക്കരാണ്. അതെന്തുകൊണ്ട്? നമ്മൾ ഈ തലമുറ അവർക്ക് നൽകിയ വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രം. മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിന്റെ ഭാവി വിദ്യാഭ്യാസത്തിലൂടെയാണെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. നമ്മളും അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പാടുപെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു പോലും ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവർക്ക് നൽകി. അതിന്റെ ഫലമായി ഇന്നവര് ലോകമെമ്പാടും പോയി
സ്വകാര്യ മേഖലയിലും അന്യ രാജ്യങ്ങളിൽ ജാതി മതവും നോക്കാറ്. അവിടെ വിദ്യാഭ്യാസ യോഗ്യത, കഴിവ്, വിടുത്ത ഇതൊക്കെയാണ് അവിടുത്തെ മാനദണ്ഡം. അപ്പൊ അതിനെല്ലാം നമ്മുടെ കുട്ടികൾ മിടുക്കരാണ്. അതുകൊണ്ട് അത് തന്നെയാണ് കേരളത്തിലെ നായർ കുടുംബങ്ങളുടെ ഒരു ഐശ്വര്യവും സാമ്പത്തിക ഭദ്രതയും കൈവരിച്ചിട്ടുള്ളത് നമ്മുടെ ഇളം തലമുറയെ വെളിരാജ്യത്ത് പോയി ഒഴിയുന്നതാണ്. ഇന്ന് ഒട്ടുമിക്കവാറും ഒരു 60% നായർ കുടുംബങ്ങളിലെങ്കിലും ഒരു വ്യക്തിയെങ്കിലും വിദേശത്തിലെ രാജ്യത്ത് ജോലി ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത് അവരുടെ വിദ്യാഭ്യാസം കൊണ്ടാണ്. പക്ഷെ അത് നമ്മുടെ ഒരു മിടുക്കുമാണ്. അതൊരു സൈഡിലിരിക്കട്ടെ. പക്ഷെ സർക്കാർ മേഖലയിലും മറ്റു മേഖലകളിലും നമ്മുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമുക്കും ഈ രാജ്യത്തെ എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ശക്തമായ സമരങ്ങൾ നയിച്ചതും അതിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്തിയതും അതിനുവേണ്ടി ത്യാഗങ്ങൾ വഹിച്ചതും എല്ലാം നമ്മുടെ പൂർവികന്മാരാണ്. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനെല്ലാം രൂപം കൊടുത്തതും ആളാലും അർത്ഥത്താലും വളർത്തി വലുതാക്കിയതും നമ്മുടെ പൂർവികന്മാരാണ്. പഴയ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെ പഴയ നായർ, നമ്പൂതിരി, മേനോൻ കുടുംബങ്ങളല്ലേ അതിനെല്ലാം രൂപം കൊടുത്ത് പഴയ കുടുംബങ്ങളെല്ലാം എഴുതിവിറ്റല്ലേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വളർന്നത്. അപ്പൊ നമ്മുടെ സംഭാവനകൾ ഈ രാജ്യത്തിന് വളരെ വലുതാണ്. പക്ഷെ ഇന്നിപ്പം നമ്മളെല്ലാ മേഖലകളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ അതിനെതിരെയെല്ലാം നമ്മൾ ശക്തമായ ഒരേ മനസ്സോടുകൂടി ഒരേ ഒരു ശക്തിയായി നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കും കൂടുതലൊന്നും അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അതിനുള്ള പോരാട്ടമാണ് ഇന്ന് നായർ സർവീസ് സൊസൈറ്റി ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് വ്യക്തമായ സമരപരിപാടികളൊന്നുമില്ല. നമ്മൾ സംഘടിച്ച് നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. മറ്റാർക്കുമില്ലാത്ത സംഘടനാ സംവിധാനം നമുക്കുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ സംഘടനയുടെ പണിക്കീഴിൽ നമ്മൾ ഓരോരുത്തരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാലും നിർണായക സന്ദർഭങ്ങളിൽ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് സംഘടനയുടെ ആഹ്വാനം അനുസരിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരിക. നമ്മുടെ ഇടയിലുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് മാറ്റിവെക്കുക. ഒരു സംഘടന എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഈ സംസ്ഥാനത്തെ മുന്നോക്ക വിഭാഗക്കാർക്ക് ചെയ്യാവുന്നതിന് മാക്സിമം കഴിയുന്നതെല്ലാം നായർ സർവീസ് സൊസൈറ്റിയും അതിന്റെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി ശ്രീ കുമാരൻ അവർ ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്ത് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടുന്നത് കേരളത്തിൽ മാത്രമാണ്. ഈ ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്തും മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് സർക്കാരിൽ നിന്നും 10 പൈസയുടെ ആനുകൂല്യം കിട്ടുന്നത് വേറെ ഒരു സംസ്ഥാനത്തും കേരളത്തിൽ മാത്രമാണ്. നായർ സർവീസ് സൊസൈറ്റിയും അതിന്റെ ഇന്നത്തെ ജനറൽ സെക്രട്ടറിയുടെ ജി കുമാരൻ നായർ അവരുടെ ശക്തമായ നിലപാടുകൾ മൂലം 12 വർഷം മുമ്പ് അന്നത്തെ സർക്കാർ രൂപം കൊടുത്ത സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഇന്ന് 12 വർഷം പിന്നിടുമ്പോഴും ഈ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 10 പൈസയുടെ സർക്കാർ ആനുകൂല്യം കിട്ടുന്നു. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം, അവർക്ക് സിവിൽ സർവീസ് എക്സാമിന്റെ ഇന്റർവ്യൂവിൽ വരെ പോകാനായിട്ടുള്ള യാത്രാ കൂലി ഈ കോർപ്പറേഷൻ വഴി ലഭിക്കുന്നു. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി രൂപീകരിച്ച സ്വയം സഹായ സംഘങ്ങൾ അവരെടുക്കുന്ന വായ്പയ്ക്ക് സബ്സിഡി, ഇൻട്രസ്റ്റ്, പലിശ സബ്സിഡി ഈ കോർപ്പറേഷൻ മുഖാന്തരം ലഭിക്കുന്നു. ഒട്ടനവധി കാര്യങ്ങൾ, ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഈ കോർപ്പറേഷൻ വഴി ലഭിക്കുന്നു. ഞാനിത് വലിയ കാര്യമായിട്ട് അവകാശപ്പെടുന്നില്ല, ഇത് വലിയ മഹാസംഭവമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു മഹാസംഭവം എന്ന് വെച്ചാൽ 75 വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ ആരംഭകാലം മുതൽ ഈ രാജ്യത്തെ പിന്നോക്ക പട്ടികജാതി പട്ടികവിഭാഗ ന്യൂനപക്ഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബഡ്ജറ്റുകളിൽ കോടിക്കണക്കിന് രൂപ വകയിരുത്തിക്കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, ഭവന നിർമ്മാണം, ആരോഗ്യം എല്ലാ മേഖലകളിലും അവർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നു. അവർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനായിട്ട് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പിന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ, പട്ടികജാതി പട്ടികവിഭാഗ കോർപ്പറേഷൻ, ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ എല്ലാം രൂപീകരിച്ചു. അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ 3 വർഷത്തിലൊരിക്കൽ പുനഃപരിശോധിക്കാനായിട്ട് സ്ഥിര കമ്മീഷനുകളെ
റിട്ടയർഡ് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ സ്ഥിരം കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നോക്ക കമ്മീഷൻ, പട്ടികജാതി പട്ടികവിഭാഗ കമ്മീഷനുകളെ നിയമിച്ചു. ഇതൊന്നും ഈ രാജ്യത്തില്ലാത്തത് നമുക്ക് മുന്നോക്ക വിഭാഗക്കാർ. അതിലും ഒരു വ്യത്യാസം കേരളത്തിൽ മാത്രം. കേരളത്തിലെ മുന്നോക്ക വിഭാഗക്കാർ നമ്മൾ ഉൾപ്പെടെ 148 വിഭാഗക്കാർക്ക് സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നായർ സർവീസ് സൊസൈറ്റി സർക്കാരിന്റെ സമ്മർദ്ദത്തിൽ നമുക്ക് രൂപീകരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ മുന്നോക്ക കമ്മീഷനുണ്ട്. കമ്മീഷൻ പരിശോധിച്ച് പല റിപ്പോർട്ടുകളും സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നടപ്പാക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതെല്ലാം ഈ മഹത്തായ സംഘടനയുള്ളതുകൊണ്ടാണ്, അതിന് ശക്തമായ നേതൃത്വം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മളിതെല്ലാം മനസ്സിലാക്കണം. നമുക്ക് പടിപ്പടിയായിട്ടേ മുന്നോട്ട് പോകാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ മേഖലകളിൽ നിന്നും നമ്മളെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഇവിടുത്തെ മുന്നോക്കക്കാർക്ക് എന്തെങ്കിലും ഒരു സൗജന്യം ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ എല്ലാവരും ഒരുമിച്ച് വന്ന് അതിനെ തടസ്സപ്പെടുത്തുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു 10% സംവരണം ഈ രാജ്യത്തെ എല്ലാ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രഖ്യാപിച്ചു. അതിനെതിരെ കേരളത്തിൽ നിന്ന് മാത്രമാണ് നമ്മുടെ സഹോദര സംഘടനകൾ സുപ്രീം കോടതിയിൽ കേസുമായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമേ പോയുള്ളൂ. കേസ് അസ്ഥിരപ്പെട്ടു പോയെങ്കിൽ ഇന്ന് ആ കേസിന് പോയത് അവർ മാത്രമേ. ഇന്നിപ്പോ അവർ നമ്മളോടൊപ്പം ഐക്യത്തിന് വരുന്നു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മാത്രമേ, നമ്മൾക്ക് വേറെ ആരും തന്നെ നമ്മളെ സഹായിക്കാനോ സ്നേഹിക്കാനോ നമ്മൾ മാത്രമേ ഉള്ളൂ. മഹാനായ ശ്രീ മന്നത്തുപിതാവൻ രൂപം കൊടുത്ത ഈ മഹത്തായ പ്രസ്ഥാനം അത് കാലാകാലങ്ങൾ അത് നിലനിർത്തുകയും അതിനെ ശക്തിപ്പെടുത്തുകയും നമ്മളും പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും മാറ്റിവെച്ചുകൊണ്ട് ഒരു വലിയൊരു ശക്തിയായി മാറാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുൻതൂക്കം കൊടുക്കണം. അതിന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് വരണം മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഇതുപോലുള്ള മേഖലാ സമ്മേളനങ്ങൾ, പ്രവർത്തക സമ്മേളനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഏവരും പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്കിതിന് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ കുറച്ച് സമയം ചെലവഴിക്കാനും അതിനുള്ള അവസരം ഒരുക്കിയ ചടയമംഗലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നൽകുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാ വിഭാഗത്തോടുകൂടി ചടയമംഗലം താലൂക്ക് യൂണിയന്റെ പ്രവർത്തക സമ്മേളനവും മേഖലാ സമ്മേളനവും പ്രതിഭാസംഗമവും ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ്. ഈ കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടി നാടിനും സമുദായത്തിനും അഭിമാനമായി മാറിയ ദേവനാരായണൻ അദ്ദേഹം ഇന്നത്തെ ഗവൺമെന്റ് തലത്തിലെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ NSS നൽകുന്ന ഈ സ്നേഹോപകാരം സ്വീകരിക്കുന്നതിനായി കുടുംബാംഗത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ല നിറഞ്ഞ ഒരു കൈയടി കൊടുക്കുക. കേരള സിവിൽ സർവീസാണ് അതിൽ ഫസ്റ്റ് റാങ്ക് തന്നെ കരസ്ഥമാക്കി നമ്മുടെ ഈ സമുദായത്തിനും നാടിനും അഭിമാനമായി മാറിയ ദേവനാരായണൻ. അടുത്തത് കരയോഗ അവാർഡാണ്. ചിത്ര ശങ്കരവിലാസത്തിൽ ശ്രീ ശങ്കരപിള്ള മെമ്മോറിയൽ എൻഡോമെന്റ് നമ്മുടെ ബഹുമാന്യനായ സമാജാധികാര യൂണിയൻ പ്രസിഡന്റിന്റെ പിതാവിന്റെ സ്മരണാർത്ഥം
ഏർപ്പെടുത്തിയ ഒരു എൻഡോമെന്റ് ആണ്. അത് നൽകുന്നത് നമ്മുടെ താലൂക്കുകളിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കരിയോഗം സെക്രട്ടറിക്കുള്ള അവാർഡാണ്. ഈ വർഷം ഇത് നൽകുന്നത് 34 കുമ്പളാൻ നമ്പർ മുല്ലക്കര NSS കരിയോഗത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള CK ജോയികുമാർ അവർക്കാണ്. കഴിഞ്ഞ ദീർഘകാലമായി മുല്ലക്കര NSS കരിയോഗത്തിന്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്ന ജോയികുമാറിന് കടയമംഗലം NSS താലൂക്കിന്റെ സ്നേഹോപകാരം സമ്മാനിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ജോയികുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് വനിതാ സ്വയംസഹായ സംഘത്തിനുള്ള അവാർഡാണ്. നമ്മുടെ താലൂക്ക് യൂണിയനിൽ മികച്ച രീതിയിൽ സ്വയംസഹായ സംഘ പ്രവർത്തനം കൊണ്ടുപോകുന്ന കുമ്മിൾ NSS കരിയോഗം 4708 നമ്പർ കുമ്മിൾ NSS കരിയോഗം, ശിവപാർവതി സ്വയംസഹായ സംഘം, ശിവദീപം സ്വയംസഹായ സംഘം, ശിവശക്തി സ്വയംസഹായ സംഘം, നവജ്യോതി സ്വയംസഹായ സംഘം, ധനലക്ഷ്മി സ്വയംസഹായ സംഘം, ഉമാമഹേശ്വരി സ്വയംസഹായ സംഘം, ശിവഗംഗ സ്വയംസഹായ സംഘം. ഇത്രയും സംഘങ്ങൾ ആ കരിയോഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. വളരെ നല്ല രീതിയിൽ ഈ സംഘത്തിന്റെ പ്രവർത്തനം കൊണ്ടുപോകുന്ന ആ സ്വയംസഹായ സംഘത്തിന്റെ ഭാരവാഹികൾക്കും അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന വനിതാ സമാജത്തിനും കരിയോഗത്തിനും താലൂക്കിന്റെ അഭിനന്ദനം അർപ്പിക്കുന്നു. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി സംഘത്തിന്റെ ഭാരവാഹികൾ, വനിതാ സമാജ ഭാരവാഹികൾ, കരിയോഗം പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പത്തെ 08 നമ്പർ കരിയോഗത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ സ്വയംസഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. വളരെ ചിട്ടയായ രീതിയിൽ കരിയോഗം ഈ സംഘപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും ഈ അവാർഡിന് കരിയോഗവും വനിതാ സമാജവും വനിതാ സ്വയംസഹായ സംഘവും അർഹതപ്പെട്ടവരാണ്. കരിയോഗം പ്രസിഡന്റ്, സെക്രട്ടറി, അടുത്തത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഒരു അവാർഡാണ്. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ബാലസമാജത്തിനുള്ള അവാർഡാണ്. 14 നമ്പർ കണ്ണങ്കോട് NSS കരിയോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 848 നമ്പർ NSS ബാലസമാജം. നമ്മുടെ താലൂക്കുകളിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ ബാലസമാജം കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിരവധി വർഷമായി ചെണ്ട എന്ന കലാലയവും അഭ്യസിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾ വളരെ മികച്ച രീതിയിൽ അതിന്റെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വേദിയിൽ ഈ പ്രോഗ്രാമിൽ തൊട്ടുമുമ്പായി കൈകൊട്ടികളി അവതരിപ്പിച്ച കുഞ്ഞുങ്ങളും ആ കരിയോഗത്തിലെ ബാലസമാജ പ്രവർത്തകരാണ്. തീർച്ചയായും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഈ ബാലസമാജത്തിന് ഈ അവാർഡിന്റെ ഏറ്റവും അർഹരാണ്. കടയമംഗലം NSS താലൂക്കിന്റെ സ്നേഹോപകാരം ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. അടുത്ത മെഡിക്കൽ രംഗത്ത് മികവാർന്ന പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡാണ്. മാളവിക എസ് കുറുപ്പ്, തൊട്ടുപള്ളി NSS കരിയോഗം. ഈ അവാർഡ് പേര് വിളിക്കുന്നവർ വേദിയുടെ മുന്നിലേക്ക് വരേണ്ടതാണ്, പെട്ടെന്ന് തന്നെ വരേണ്ടതാണ്. മാളവിക എസ് കുറുപ്പ്, തൊട്ടുപള്ളി NSS കരിയോഗം. മെഡിക്കൽ രംഗത്ത് മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള അവാർഡാണ്. മാളവിക എസ് കുറുപ്പ്, തൊട്ടുപള്ളി NSS കരിയോഗം. സ്നേഹ CA, ചിതറാക്കിഴക്ക് NSS കരിയോഗം. MBBS മെറിറ്റ് അവാർഡാണ്. സ്നേഹ CA, ചിതറാക്കിഴക്ക് NSS കരിയോഗം. പേര് വിളിക്കുന്നവർ പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് വരേണ്ടതാണ്. തൊട്ടുപള്ളി NSS കരിയോഗത്തിലെ ഡോക്ടർ നിഷാദ് ഗോപി, കുട്ടിയില്ലെങ്കിൽ രക്ഷകർത്താക്കൾ വന്ന് അവാർഡ് ഏറ്റുവാങ്ങേണ്ടതാണ്. ഡോക്ടർ നിഷാദ് ഗോപി, തൊട്ടുപള്ളി NSS കരിയോഗം.
അടുത്ത കാർത്തിക് എസ് ഹരി കലയം NSS കരയോഗം. കാർത്തിക് എസ് ഹരി കലയം NSS കരയോഗം MBBS മെരിറ്റ് അവാർഡാണ് 2025. കാർത്തിക് എസ് ഹരി കലയം NSS കരയോഗം. അതൊക്കെ കൈയടിക്കുന്ന മെഡിക്കൽ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളാണ് കാർത്തിക് എസ് ഹരി. സേതുലക്ഷ്മി SN വല്ലായി NSS കരയോഗം. സേതുലക്ഷ്മി വല്ലായി NSS കരയോഗം. സേതുലക്ഷ്മി വല്ലായി NSS കരയോഗം. അടുത്ത റാപ്പൂർ കോൺട്രാണ്. PG ഡിഗ്രി ആനുവൽ ജെനറ്റിക്സ് ആൻഡ് ബ്രീഡിംഗ് ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയ ഡോക്ടർ സെലസ് CA ചടയമംഗലം പടിഞ്ഞാർ NSS കരയോഗം. ഡോക്ടർ സെലസ് CA ഇന്ത്യൻ വെറ്ററിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫസ്റ്റ് റാങ്കോടെ പാസ്സായ ഡോക്ടർ സെലസ് CA ചടയമംഗലം പടിഞ്ഞാർ NSS കരയോഗം. അനുഗ്രഹ JR PSC വർക്ക് പരീക്ഷയിൽ മുക്തദാന കരസ്ഥമാക്കിയ കുറ്റിക്കൽ NSS കരയോഗത്തിലെ അനുഗ്രഹ JR. പ്രതിഭാ പുരസ്കാരങ്ങളാണ്. അടുത്തതായി അർച്ചന രാജീവ് PhD മാത്തമാറ്റിക്സ് 614 നമ്പർ ചടയമംഗലം NSS കരയോഗം. അർച്ചന രാജീവ്. ആര്യനന്ദ പ്രതിഭാ പുരസ്കാരം. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം സംസ്ഥാനതല വാർത്താ വായന മത്സരം 1ാം സ്ഥാനം A ഗ്രേഡ്. ആര്യനന്ദ ചടയമംഗലം ടൗൺ NSS കരയോഗം. പാർവതി നന്ദൻ തൂറ്റിക്കൽ NSS കരയോഗം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അക്ഷരശ്ലോകം A ഗ്രേഡ്. കുട്ടികൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരണം. സംസ്ഥാന സമസ്കൃത കലോത്സവം A ഗ്രേഡ് സിയ കൃഷ്ണൻ KR മുരുക്കുമൺ NSS കരയോഗം. സംസ്ഥാന സർക്കാരിന്റെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ കരസ്ഥമാക്കിയ സന്തോഷ് കുമാർ വടക്കേക്കോട്ടുകൽ NSS കരയോഗം. അദ്വൈത് സുരേഷ് സ്കോളർഷിപ്പ് വിന്നർ കുമ്മൺ NSS കരയോഗം. അദ്വൈത് സുരേഷ്. USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഗീതാഞ്ജലി കടക്കൽ വടക്കൻ NSS കരയോഗം. ഗീതാഞ്ജലി കടക്കൽ വടക്കൻ NSS കരയോഗം. കുട്ടികൾ മുന്നിലേക്ക് വന്ന് നിൽക്കേണ്ടതാണ്. USS സ്കോളർഷിപ്പ് വിന്നർ ശ്രീഹരി P ജോയി ദർപ്പക്കാട് NSS കരയോഗം. ശ്രീഹരി P ജോയി ദർപ്പക്കാട് NSS കരയോഗം. അടുത്ത ചിതറ ഗ്രാമപഞ്ചായത്ത് മികച്ച വനിതാ കർഷകർക്കുള്ള 2025 അവാർഡ് കരസ്ഥമാക്കിയ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള ജയശ്രീ തൂറ്റിക്കൽ NSS കരയോഗം. ജയശ്രീ തൂറ്റിക്കൽ NSS കരയോഗം. മികച്ച വനിതാ കർഷകർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ സ്വയം സഹായ സംഘത്തിന്റെ ഭാരവാഹി കൂടിയാണ് ജയശ്രീ. അടുത്ത ശ്രീലക്ഷ്മി AS പ്ലാവപ്പൊയ്ക NSS കരയോഗം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ
ഇംഗ്ലീഷ് സീറ്റിൽ എ ഗ്രേഡ് നേടിയ ശ്രീലക്ഷ്മി AS. അടുത്ത എൻവയോൺമെന്റൽ സയൻസിൽ PhD കരസ്ഥമാക്കിയ അശ്വതി ദേവി ദർപ്പക്കാട് NSS കരയോഗം. അശ്വതി ദേവി ദർപ്പക്കാട് NSS കരയോഗം. ആദിത്യ ഹരി സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ 800 മീറ്റർ ഓട്ടത്തിൽ സീനിയർ വിഭാഗം 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ആദിത്യ ഹരി കലയം NSS കരയോഗം. ജില്ലാ ചെസ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രദ്ധ SL നെടുപുറം NSS കരയോഗം. ശ്രദ്ധ SL നെടുപുറം NSS കരയോഗം. കാശിനാഥ് MP കുമ്മൾ NSS കരയോഗം USS സ്കോളർഷിപ്പ് വിന്നർ. കാശിനാഥ് MP USS സ്കോളർഷിപ്പ് വിന്നർ. ശ്രീഹരി B USS സ്കോളർഷിപ്പ് വിന്നർ. തൂറ്റിക്കൽ NSS കരയോഗം. തൂറ്റിക്കൽ NSS കരയോഗം. കേരള സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ നിത വിയ 48 നമ്പർ ആനപ്പാറ NSS കരയോഗം. ഡോക്ടർ നിത വിയ യൂണിയൻ ഭരണസമിതി അംഗം ശ്രീ സുജയകുമാർ പ്രസാദിന്റെ മകൾ കൂടിയാണ് ഡോക്ടർ നിത വിയ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇംഗ്ലീഷ് പ്രസംഗം, ഉപന്യാസ രചന എന്നിവയിൽ എ ഗ്രേഡ് നേടിയ ദേവനന്ദ S പിള്ള കഴിഞ്ഞ 4 വർഷമായി ഇതേ വിഷയത്തിന് എ ഗ്രേഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ദേവനന്ദ S പിള്ള. ഇംഗ്ലീഷ് ഉപന്യാസം, പ്രസംഗം എന്നിവയിൽ എ ഗ്രേഡ് നേടിയ വേദിയിൽ 2 വാക്ക് പറയാമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ടവരെ, ഗുരുജനങ്ങളെ, ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം നൽകിയ എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രസംഗ മത്സരത്തിന് 5 മിനിറ്റ് മുൻപാണ് വിഷയം നൽകുന്നത്. അപ്പോൾ അവിടെ അവതരിപ്പിച്ചതിന്റെ കുറച്ച് ഭാഗം എനിക്ക് ഓർമ്മയുള്ളത് ഇവിടെ അവതരിപ്പിക്കാം. Success in creating AI is the greatest invention in human history, but it also be the worst if we do not know how to control it. Words of Stephen Hawking. Respected people and what are all present here, today I would like to speak about a very relevant issue of our current time, which is, will AI be our master in 2036? What exactly is AI? AI is just machines that are able to perform human intelligence. It started in the 1950s with a simple question: can machines think? And today, it is spread across different sectors, like medical sector to education. Each and every one of us is influenced by it. But to answer the question, will it be our master in 2036? We need to have serious analysis of every available sector within today. In medicine, we can see the prevalence of precision surgeries and robotics. In education, teach documentation, personalized education, and whatnot. So friends, to answer the question, will AI be our master? Will we be our servant? We need to understand about EQ and IQ. Artificial intelligence do not have the intention, the initiative, and thought of ruling us. If we do not have the will to preserve human intelligence to ourselves, then yes, this is absolutely possible. So what to do? AI should just be our servants and not be our masters. If we allow it to come into our lives and know our personal things and violate our privacy, then yes, it is possible. It's not in 2036, but in the near future. Thank you. അഭിനന്ദനങ്ങൾ
ചേർന്ന് സംഘടിപ്പിച്ച കേരള അഗ്രോ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസിൽ അവാർഡ് കരസ്ഥമാക്കിയ വെട്ടുവഴി NSS കരയോഗത്തിലെ എം ശ്രീകുമാർ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീകുമാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. അടുത്ത PhD അവാർഡാണ് അമൃത ബി ചടയമംഗലം NSS കരയോഗം 614 നമ്പർ ചടയമംഗലം NSS കരയോഗം ഫിലോസഫി ഡോക്ടറേറ്റ് നേടിയ അമൃത ബി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം ആൺകുട്ടികൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏകഗ്രേഡ് കരസ്ഥമാക്കിയ മുകിൽ നന്ദൻ പോരേടം NSS കരയോഗം. മുകിൽ നന്ദൻ പോരേടം NSS കരയോഗം. ഗിർദാറിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ദേവാനന്ദി പോരേടം NSS കരയോഗം. ഈ കുട്ടി നമ്മുടെ ഈ പ്രോഗ്രാമിന് മുന്നേ ഇവിടെ ഗിത്താർ വായന നടത്തിയിരുന്നു. ദേവാനന്ദി പോരേടം NSS കരയോഗം. ഇന്ത്യൻ നേവിയിൽ ഉന്നത റാങ്കോടെ സെലക്ഷൻ കരസ്ഥമാക്കിയ വിഷ്ണു എസ് തൊട്ടുപള്ളി NSS കരയോഗം. വിഷ്ണു എസ് തൊട്ടുപള്ളി NSS കരയോഗം. ഇംഗ്ലീഷിൽ PhD കരസ്ഥമാക്കിയ വിനീത കൃഷ്ണൻ വയ്യാനം NSS കരയോഗം. വിനീത കൃഷ്ണൻ വയ്യാനം NSS കരയോഗം. അടുത്ത